Good morning all. Today we are going to discussing about the topic polaritones. By definition, polaritones means the quantum of coupled transverse phonon and transverse photon wave field is called a polariton. നമുക്കറിയാം ട്രാൻസ്വേഴ്സ് വേവ് ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഫീൽഡും ഉണ്ട്. ഇവിടെ ഫോണോണിൻ്റെ ട്രാൻസ്വേഴ്സ് വേവ് ഫീൽഡും അതുപോലെ തന്നെ ഫോട്ടോണിൻ്റെ ട്രാൻസ്വേഴ്സ് വേവ് ഫീൽഡും തമ്മിലുള്ള കപ്ലിംഗ് മൂലം ഉണ്ടാകുന്ന ക്വാണ്ടം ഓഫ് ഫീൽഡിനെയാണ് നമ്മൾ പോളാരിറ്റോൺ എന്ന പേരിൽ വിളിക്കുന്നത്. ദെൻ ദ ഡിസ്പേർഷൻ റിലേഷൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ്, നമുക്കിനി പോളാരിറ്റോൺ ഡിറൈവ് ചെയ്യാം. ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ് എപ്സിലോൺ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 1a, ആൻഡ് ഓൾസോ എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഡി ബൈ ഇ വിച്ച് ഇസ് ഈക്വൽ ടു ഇ പ്ലസ് 4πp ഡിവൈഡഡ് ബൈ ഇ. ദെൻ ഇക്വേഷൻ 1a ബിക്കംസ്, എപ്സിലോണിന് പകരം നമുക്ക് ഇ പ്ലസ് 4πp ഡിവൈഡഡ് ബൈ ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇ പ്ലസ് 4πp ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ, ഓർ ഈ ആർ എച്ച് എസിലേക്ക് വന്ന ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് 4πp ഈക്വൽ ടു സി സ്ക്വയർ കെ സ്ക്വയർ ഇൻറ്റു ഇ, ഓർ ഒമേഗ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 4πp ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് സി സ്ക്വയർ കെ സ്ക്വയർ ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 1b. Then the coupling equation, that is the coupling of electric field E of the photon with the dielectric polarization is described by the electromagnetic wave equation. ആണ് സി സ്ക്വയർ കെ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് 4πp. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫീൽഡ് ഇ എന്ന് പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫീൽഡും അതുപോലെ തന്നെ ഡയലക്ട്രിക് പോളറൈസേഷനും തമ്മിലുള്ള കപ്ലിംഗ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇക്വേഷനാണ് ഈ ഇക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് സി സ്ക്വയർ കെ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ പ്ലസ് 4πp. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ദ പോളറൈസേഷൻ മേ ബി റിട്ടൺ ആസ് പി ഇസ് ഈക്വൽ ടു എൻ ക്യു യു. പോളറൈസേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു പി പ്ലസ് ഒമേഗ ടി സ്ക്വയർ ഇൻറ്റു പി ഇസ് ഈക്വൽ ടു എൻ ക്യു സ്ക്വയർ ബൈ എം ഇൻറ്റു ഇ. Then m into d square x by dt square is equal to minus e into e. Here also x and e are proportional to e raised to minus I omega t, where e is the electric field and x is the corresponding displacement. That is m into d square by dt square e raised to I omega t equal to minus e into e. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് എം ഒമേഗ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ, ഓർ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എം ഇൻറ്റു ഐ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ. ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു -1, സോ മൈനസ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ഈക്വൽ ടു മൈനസ് E into E. Then e raised to minus I omega t equal to x substitute ചെയ്താൽ മൈനസ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ, ഓർ എക്സ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ എം ഒമേഗ സ്ക്വയർ. ദെൻ ഇതിൽ നിന്നാണ്, ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു പി പ്ലസ് ഒമേഗ ടി സ്ക്വയർ ഇൻറ്റു പി ഇസ് ഈക്വൽ ടു എൻ ക്യൂ സ്ക്വയർ ബൈ എം ഇൻറ്റു ഇ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. അത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് there are n ion pairs of
effective charge Q and reduced mass M per unit വോളിയം. അപ്പം സ്മോൾ എൻ സ്മോൾ ഇ സ്ക്വയർ ബൈ എം എന്ന് പറയണ പോലെ തന്നെ. ഇനി നമുക്ക് രണ്ട് ഇക്വേഷനും കൂടെ ചേർത്ത് എഴുതാം. പി ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ടി സ്ക്വയർ മൈനസ് എൻ ക്യൂ സ്ക്വയർ ബൈ എം ഇൻറ്റു ഈസ് ഈക്വൽ ടു 0. പിന്നെ നമ്മുടെ ഇക്വേഷൻ 1b പി ഇൻറ്റു 4 ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു 0. രണ്ടിനും ഈ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഡിറ്റർമിനൻ്റ് ഫോമിൽ എഴുതാം. അപ്പോൾ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു ടേമുണ്ട്, ഇയുടെ ടേമുണ്ട്, ഇവിടെ പിയുടെ ടേമുണ്ട്, ഇവിടെ ഇയുടെ ടേമുണ്ട്. അപ്പോൾ സെയിം ടേമുകൾ താഴെയായിട്ട് ഒരേ രീതിയിൽ എഴുതാം. ദെൻ ഇവിടെ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ടി സ്ക്വയർ, ഈ ടേം എൻ ക്യൂ സ്ക്വയർ ബൈ എം, ദെൻ 4 ഒമേഗ സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇതിനാണ് ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം ഈ റിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോമാറ്റിൽ നമ്മൾ എഴുതിയിരിക്കുന്നതിന് നമ്മൾ പൊളാരിറ്റോൺ ഡിസ്പേർഷൻ റിലേഷൻ എന്നാണ്. ഇതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ പൊളാരിറ്റോൺ ഡിസ്പേർഷൻ റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ടേം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഒമേഗ റേസ് ടു 4 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ കെ സ്ക്വയർ പ്ലസ് ഒമേഗ ടി സ്ക്വയർ പ്ലസ് 4 എൻ ക്യൂ സ്ക്വയർ ബൈ എം, അത്രയും ബ്രാക്കറ്റിനുള്ളിൽ പ്ലസ് ഒമേഗ ടി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇനി ഒമേഗ റേസ് ടു 4ൻ്റെ ടേമിലുള്ളൊരു ഇക്വേഷനാണ്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ടി സ്ക്വയർ പ്ലസ് 4 ക്യൂ സ്ക്വയർ എൻ ബൈ എം ഈക്വൽ ടു 0. അപ്പം ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒമേഗ ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ടി സ്ക്വയർ പ്ലസ് 4 ക്യൂ സ്ക്വയർ ബൈ എൻ ഇൻറ്റു എം ഈക്വൽ ടു 0. അങ്ങനെ രണ്ട് സൊല്യൂഷൻ ഇവിടെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ ഒമേഗ ഇസ് ഈക്വൽ ടു 0 കറസ്പോണ്ട്സ് ടു ഫോട്ടോൺ ആൻഡ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ ടി സ്ക്വയർ പ്ലസ് 4 എൻ ക്യൂ സ്ക്വയർ ബൈ എം എന്ന് പറയുന്ന സൊല്യൂഷൻ കറസ്പോണ്ട്സ് ടു പൊളാരിറ്റോൺ. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഫോട്ടോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും പൊളാരിറ്റോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനും കിട്ടി. ഇപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 0 ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ, ദെൻ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ ടി സ്ക്വയർ പ്ലസ് 4 എൻ ക്യൂ സ്ക്വയർ ബൈ എം, അത് പൊളാരിറ്റോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ. ദെൻ ഹിയർ ഒമേഗ ടി ഇസ് എ ട്രാൻസ്വേഴ്സ് ഒപ്റ്റിക്കൽ ഫോണോൺ ഫ്രീക്വൻസി in the absence of coupling with the photons. Then the dielectric function epsilon of omega is equal to 1 plus 4 pi p by e. From equation number 2, p into omega t square minus omega square is equal to nq square by m into e. So p by e is equal to 1 plus 4 pi into nq square by m into 1 by omega t square minus omega square, that is equation number 4. And also epsilon of omega is equal to epsilon of infinity plus 4 nq square by m into 1 by omega t square minus omega square, equation number 5. Then we set omega is equal to 0. ഒമേഗയ്ക്ക് 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുത്തു. അത് സ്റ്റാറ്റിക് ഡയലക്ട്രിക് ഫംഗ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് ഡൈനാമിക് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഒമേഗയ്ക്ക് 0 കൊടുത്തു കഴിയുമ്പം എപ്സിലോൺ ഓഫ് 0 ഈക്വൽ ടു എപ്സിലോൺ ഇൻഫിനിറ്റി പ്ലസ് 4 എൻ ക്യൂ സ്ക്വയർ ബൈ എം ഇൻറ്റു ഈ ടൈം പോയി ഒമേഗ സ്ക്വയർ പോയി എം ഇൻറ്റു ഒമേഗ ടി സ്ക്വയർ. ഇക്വേഷൻ നമുക്ക് കിട്ടി. ദെൻ
ഈ രണ്ട് ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷനും ഇക്വേഷൻ നമ്പർ 5ഉം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്, നമ്മൾ കമ്പൈൻ ചെയ്യുന്ന ഈ രണ്ട് ഇക്വേഷൻസാണ് എപ്സിലോൺ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഓഫ് ഇൻഫിനിറ്റി പ്ലസ് 4πnq² ഇൻറ്റു 1/ωt² മൈനസ് ഒമേഗ സ്ക്വയറും ഈ ഇക്വേഷനും. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 4πnq² ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഓഫ് 0 മൈനസ് എപ്സിലോൺ ഓഫ് ഇൻഫിനിറ്റി ഇൻറ്റു ωt² എന്ന് കിട്ടും. അത് 4πnq²/mന് കിട്ടുന്ന ആൻസറാണ്. ദെൻ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എപ്സിലോൺ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഓഫ് ഇൻഫിനിറ്റി പ്ലസ് ഇതിന് പകരം എപ്സിലോൺ ഓഫ് 0 മൈനസ് എപ്സിലോൺ ഓഫ് ഇൻഫിനിറ്റി ഡിവൈഡഡ് ബൈ ωt² മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ωt². This is a dispersion relation for polaritone. Then we have another important relation known as LST relation. The LST relation states that epsilon of infinity into omega L² equal to epsilon of 0 into omega t², or ഈ റിലേഷൻ്റെ ജനറൽ ഫോർമാറ്റ് ഇതാണ്: ഒമേഗ L² ബൈ ഒമേഗ t² ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഓഫ് 0 ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഓഫ് ഇൻഫിനിറ്റി. ഒമേഗ എൽ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയാണ്. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഓസിലേഷൻ്റെ ഫ്രീക്വൻസിയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഡയലക്ട്രിക് ഫംഗ്ഷൻ 0 ഡയലക്ട്രിക് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഓഫ് ഇൻഫിനിറ്റി ഡയലക്ട്രിക് ഫംഗ്ഷൻ. അതായത് എപ്സിലോൺ ഓഫ് 0 ഈസ് എ സ്റ്റാറ്റിക് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ആൻഡ് എപ്സിലോൺ ഓഫ് ഇൻഫിനിറ്റി വിച്ച് ഈസ് എ ഹൈ ഫ്രീക്വൻസി ലിമിറ്റ് ഓഫ് ദ ഡയലക്ട്രിക് ഫംഗ്ഷൻ. അപ്പം ഇതിനോട് ഈക്വലൻ്റ് ആയിരിക്കും എന്നാണ് പറയണത് ഈ റിലേഷൻ അനുസരിച്ച്. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ LST മീൻസ് ലിഡാൻ-സാഷ് ടെല്ലർ റിലേഷൻ. 3 സയൻറ്റിസ്റ്റാണ്, അവരുടെ 3 പേരുടെയും കൂടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് LST റിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് റിസൾട്ട് ഓർ സോഫ്റ്റ് മോഡ് for soft modes with omega t equal to 0 we see that, ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒമേഗ ടി 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോഴത്തേക്കും എപ്സിലോൺ ഓഫ് 0 ഏതിലേക്കാവും? ഇൻഫിനിറ്റിയിലേക്കായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. താങ്ക് യു.